ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാവ് എ ഷുക്കൂർ, ഒപ്പം തന്നെ ബി.ജെ.പി നേതാവ് ഉമാ മഹേശ്വരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എ ജി ജോർജ് എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം എ ജി ജോർജിലേക്ക് പോവുകയാണ്. ശ്രീ എ ജി ജോർജ്, നമുക്കറിയാം ഈ 3 സംസ്ഥാനങ്ങളിലേക്കും കൂടെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 സംസ്ഥാനങ്ങൾ നേരിടുന്ന അഭിവാജ്യ ഘടകം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിടുന്ന അഭിവാജ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കൊണ്ടിരിക്കുന്നതായിട്ടുള്ള എക്സിറ്റ് പോൾ സൂചനകളെ നാം പൂർണ്ണമായി അവിശ്വസിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 സംസ്ഥാനങ്ങളിലും 3 പ്രത്യേകമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകും എന്ന് പറയുക വൈക. കാരണം അവിടെ പ്രാദേശിക പാർട്ടികൾ പലയിടങ്ങളിലായിട്ട് ശക്തിയുള്ള ചില സംസ്ഥാനങ്ങൾ കൂടെ ഈ കൂട്ടത്തിലുണ്ട്. ഉദാഹരണമായിട്ട് മേഘാലയയിൽ NPP എന്ന് പറയുന്നതായ പാർട്ടി ഒരു പൂർണ്ണമായ പ്രാദേശിക പാർട്ടിയാണ്. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് ചില പ്രത്യേകമായ പോക്കറ്റുകളും ചില കേന്ദ്രങ്ങളും സ്വാധീനമുള്ള സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ പ്രദേശത്തെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അതുപോലെ തന്നെ ത്രിപുരയിലാകട്ടെ, ത്രിപുരയിൽ ത്രിപുരികൾ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ പ്രത്യേകമായി രാഷ്ട്രീയ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകമായ സംഘം പോലെയൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇംഗിതമനുസരിച്ചുള്ള ഒരു ഫലമായിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് തർക്കമില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ത്രിപുരയിലെ ഒരു സഖ്യ പരീക്ഷണത്തിന്റെ പരിസമാപ്തി എന്തായിരിക്കും എന്നുള്ളതാണ്. അതായത് CPM-ഉം കോൺഗ്രസും ചേർന്നുകൊണ്ട് BJP-യെ നേരിടുന്നതായിട്ടുള്ള ഒരു പരീക്ഷണമാണ് ത്രിപുരയിൽ നടത്തിയിരിക്കുന്നത്. പക്ഷെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അവിടെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായി ഈ പറയുന്ന മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നാളെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആ ചിത്രം കുറെ കൂടെ വ്യക്തമാകും. മേഘാലയത്തിൽ നാം കാണേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാദേശിക കക്ഷിക്ക് ഏറ്റവും വലിയ കക്ഷിയാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നു. അവിടെ ഒരു ഹങ് അസംബ്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക കക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടാകത്തക്ക രീതിയിലായിരിക്കില്ല, ഒരു കൂട്ടുകക്ഷി ഭരണമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചന കാണുന്നുണ്ട്. അതേപോലെ നാഗാലാൻഡിലാകട്ടെ അവർക്ക് ഈ പറയുന്ന BJP-ക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്നൊക്കെ നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് ഇതൊരു ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൊതുവായ തെരഞ്ഞെടുപ്പിന്റെ ഒരു പരിച്ഛേദമാണ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായും ശരിയാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഇത് താരതമ്യേന വളരെ ചെറിയ സംസ്ഥാനങ്ങൾ ഭൂമിശാസ്ത്രപരമായി ഒരു പ്രത്യേക ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ്. അവിടുത്തെ അസംബ്ലിയിലെ അംഗസംഖ്യ തന്നെ വളരെ പരിമിതമാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൊതുവായ തെരഞ്ഞെടുപ്പിന്റെ പരിച്ഛേദമാണ്, ക്രോസ് സെക്ഷൻ ആണ് എന്ന് പറയുന്നത് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു സൂചകമായി കണക്കാക്കണം 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെത് എന്ന് പറയുന്ന വാദത്തോട് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ BJP-ക്ക് സ്വാഭാവികമായി ഒരു മേൽക്കൈ ഉണ്ടാകും എന്ന് നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കും. പക്ഷേ അവിടെ മേഘാലയയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ അനിശ്ചിതാവസ്ഥയും BJP തന്ത്രപരമായി മുതലെടുക്കും എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം പല സംസ്ഥാനങ്ങളിലും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഈ പറയുന്ന അനിശ്ചിതത്വം ഉള്ളിടത്തൊക്കെ അവർ തുറുപ്പ് ചീട്ടുകൾ ഇറക്കി കുതിര കച്ചവടം നടത്തി മറ്റ് കക്ഷികളിലെ MLA-മാർക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ കൊടുത്ത് സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്ന് അവർ ഒരു പക്ഷേ ലഫ്റ്റനന്റ് ഗവർണർമാരെയോ പോലും സ്വാധീനിച്ച് ഭരണത്തിലെത്താനുള്ള നീക്കം നടത്തും. അത് മേഘാലയത്തിൽ ഒരു കക്ഷിക്ക് പ്രത്യേകമായി മാത്രം ഭൂരിപക്ഷം ലഭിക്കുന്നില്ലെങ്കിൽ BJP അവിടെയും ഭരണം കൈയാളാനായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും സ്വീകരിക്കും എന്നാണ് അവരുടെ പ്രവർത്തന ശൈലിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഫലത്തിൽ 3 സംസ്ഥാനങ്ങളിലും BJP-യുടെ ഒരു നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴും ഇത് ഒരു വലിയ ചൂണ്ടുപലകയാണ് 2024 തെരഞ്ഞെടുപ്പിന്റെ എന്ന് പറയുന്ന ആ ഒരു വാദം അത്ര ശാസ്ത്രീയമായി അടിസ്ഥാനമുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ത്രിപുര തന്നെ 2 സംസ്ഥാനമാക്കി വിഭജിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ ചില വാഗ്ദാനങ്ങളുമായി ചില ചെറിയ ഗ്രൂപ്പുകളുണ്ട്.
അതൊന്നും ഒരു കാരണവശാലും ഒരു മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന വാഗ്ദാനങ്ങളല്ല. അതുകൊണ്ട് അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങൾ വളരെ മുന്നിൽ നിൽക്കുന്നതാണ്. അതിന്റെ അത് തന്നെയാണ് പ്രാദേശിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം അത് തന്നെയാണ് ഈ 3 സംസ്ഥാനങ്ങളിലേക്കും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ കോൺഗ്രസ് നേതാവ് ഷുക്കൂറിലേക്ക് പോവുകയാണ്. ഷുക്കൂർ, ഇവിടെ AG ജോർജ് സൂചിപ്പിച്ചതനുസരിച്ച് BJPക്ക് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ BJPക്ക് മേൽക്കൈ മുൻതൂക്കം ഉണ്ടാകുന്നു എന്നതാണ്. 3 സംസ്ഥാനങ്ങളിലും ഒരു തുടർ ഭരണ സാധ്യതയുണ്ടെന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ 3 സംസ്ഥാനങ്ങളിലുമുള്ള ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്?